ഹായ് ഗുഡ് മോർണിംഗ് ട്രാവൽ ടൈൽസ് ബൈ അനു വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ കുറച്ച് ദിവസത്തെ വേനൽ അവധിക്കായി ഇന്നലെ ബഹ്റിൽ നിന്ന് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. സമയം ഏകദേശം 7:30 മണി 8 മണിയോളം ആവാറായി. ഇതാണ് നമ്മുടെ വീടും പരിസരമൊക്കെ. നമ്മളെ വീടൊക്കെ വെച്ചിട്ട് ഏകദേശം 8 കൊല്ലത്തോളമായി. നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയി, പെയിൻറ്റിങ്ങൊക്കെ പോയി, അതുകൊണ്ട് മതിലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഒരു വലിയൊരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാവൊക്കെ മുറിച്ച് കളഞ്ഞ്, കാര്യം വേരിറങ്ങി മതിലൊക്കെ പൊട്ടുന്ന കാരണം അതൊക്കെ മുറിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഇത് നോക്കിയാൽ മനസ്സിലാവും, മതിലിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി. 2018 ഞങ്ങൾ പെയിൻ്റ് അടിച്ചതാണ്. പിന്നെ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഇൻ്റർലോക്ക് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ സ്റ്റോൺ ചെയ്ത്, അപ്പോൾ സ്റ്റോണിൻ്റെ വർക്ക് നടക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം മണ്ണൊക്കെ മാറ്റിയത് കാരണം ഈ വെള്ളമെല്ലാം കൂടെ വീട്ടിന് മുറ്റത്തേക്കായിരുന്നു ഒലിച്ചിറങ്ങുന്നത്. അതൊക്കെ ചെറുതായിട്ട് സിമെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതിപ്പോൾ സ്റ്റോൺ ചെയ്യുന്നത് നമ്മളെ പത്തനംതിട്ടയുള്ള ഇലന്തൂറുള്ള ഒരു ടീമാണ്. അവർക്ക് പിന്നെ അടൂരും ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയാണ് അവരെ പരിചയപ്പെട്ടത്. ഏകദേശം 145 രൂപയ്ക്കാണ് അവർ ചെയ്യുന്നത്. ബാംഗ്ലൂർ സ്റ്റോണാണ്. മൊത്തം ചെയ്തില്ല, ഞങ്ങൾ ഇവിടം വരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻ്റർലോക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചിട്ട് പോയ ഒരു റംബൂട്ടാനാണിത്. നല്ല 3-ാം കൊല്ലം കായ പിടിക്കുന്ന ഒരു റംബൂട്ടാനാണ്. ഇപ്പോൾ തന്നെ പിന്നെ നല്ല രീതിയിൽ വളർന്ന്, എനിക്ക് തോന്നുന്നു ഡിസംബറിലും കണ്ടാണ് ഈ റംബൂട്ടാൻ വെച്ചത്. പിന്നെ നല്ല അടിപൊളി ഒരു ചാമ്പ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ ചെറിയൊരു ഔട്ട് ഹൗസാണ്. പെയിൻറ്റിങ് എല്ലാം പോയി, നല്ല പായൽ പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം പെയിൻറ്റിങ് എല്ലാം പോയി, എല്ലാം അങ്ങനെ കിടക്കുവാണ്. ഇത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം. ഈ ഗ്രാസിൻ്റെ പണി ഇപ്പോൾ അവർ ഇന്നോ നാളെയായിട്ട് ചെയ്യും. നല്ല നാട്ടിൽ നല്ല മഴയാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇതൊരു നടുമുറ്റമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു പ്ലാന്റൊക്കെ വെച്ചിട്ട് സ്റ്റോണൊക്കെ വെക്കാനുള്ളൊരു പ്ലാനാണ്. പിന്നെ ഇവിടെ നേരത്തെ 2-3 പനകൾ നിൽപ്പുണ്ടായിരുന്നു. ആ പനകളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു. കാര്യം അതൊരു വലിയ, എൻ്റെ അടുത്ത് നിന്ന് ഫാമിൽ നിന്ന് തന്ന സമയത്ത് അവർ പറഞ്ഞത് വലിയ പൊക്കത്തിൽ പോകില്ലെന്നാണ് പറഞ്ഞത്. ഇത് വലിയ പൊക്കത്തിൽ, തെങ്ങിൻ്റെ ഒപ്പം ഹൈറ്റിലാണ് ഇത് പോണത്. അപ്പോൾ അത് മുറിച്ച് കളഞ്ഞു. ഇവിടുന്ന് എടുത്ത ഇൻ്റർലോക്കൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം വെച്ച ബലവൃക്ഷങ്ങളാണ്. ഈ റംബൂട്ടാൻ ഇപ്പോൾ ഓൾറെഡി കായ്ച്ചു തുടങ്ങി. അത് 3-ാം കൊല്ലം. ഇതിൻ്റെ പടലകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞ്. പിന്നെ ഇവിടെ ഒരു ചാമ്പയ്ക്കല്ലേ ഇത്, അത് തന്നെ ചാമ്പയ്ക്കല്ല, കിവിപ്പഴമുണ്ട്. അതുപോലെ തന്നെ ആത്തക്കയുണ്ട്. പിന്നെ നല്ല ചക്കയുണ്ട്. ഇത് ഒരുപാട് ചെറിയ നല്ല മധുരമുള്ള ചക്കകളാണ് പിടിക്കുന്നത്. ഇപ്പോഴും പിടിച്ചു കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അത് മുറിച്ച് കളഞ്ഞ്, കായ പിടിക്കുന്നില്ലായിരുന്നു, അത് മുറിച്ച് കളഞ്ഞ്. അതിന് ശേഷം വെച്ച കുറച്ച് പനകളാണ് ഈ കാണുന്നത്. ഈ പനകൾ പിന്നെ വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിയേക്കുവാണ്. അതിനൊപ്പം വെച്ച 2 പനകളാണ്. ഇതും വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്, ഇതും അങ്ങനെ നിർത്തിയേക്കുവാണ്. നമ്മുടെ ജൂലിയുടെ കൂടായിരുന്നു. ജൂലിയുടെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നേരത്തെയുള്ള വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലി ഇപ്പം എൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ്. പപ്പയും മമ്മിയാണ് നോക്കുന്നത്. അവിടെ പോയിട്ട് ജൂലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. പിള്ളേരാരും ഇതുവരെ എണീറ്റിട്ടില്ല. രാവിലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ തോന്നിപ്പോൾ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അവർ ഗ്രാസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാ ദിവസവും ഞാൻ ഇടാമെന്നുള്ള പ്രതീക്ഷയിലാണ്. വെക്കേഷൻ വീഡിയോ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ടായിരിക്കും, നല്ലൊരു ടൈറ്റിൽ കൊടുത്തിട്ടായിരിക്കും ഇടുന്നത്. Day 1 Day 2 ഒക്കെ ഇടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ Day 1 തന്നെ
ഒന്നോ രണ്ടോ വീഡിയോകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. തീർച്ചയായിട്ടും നല്ല നല്ല ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.